ജനാധിപത്യം കേവലം 5 അക്ഷരങ്ങളുള്ള ഒരു വാക്കല്ല, അത് കോടിക്കണക്കിന് സാധാരണക്കാരുടെ വിശ്വാസമാണ്. നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടണിൽ വിരലമർത്തുമ്പോൾ ഓരോ പൗരനും വിശ്വസിക്കുന്നത് ആ വോട്ട് തികച്ചും സുരക്ഷിതമാണെന്നാണ്. ആ വിശ്വാസത്തിൻ്റെ കാവൽക്കാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കളി നിയന്ത്രിക്കുന്ന റഫറി നിഷ്പക്ഷനാകണമെന്നത് കളിയുടെ അടിസ്ഥാന നിയമമാണ്. എന്നാൽ ആ റഫറി തന്നെ ഒരു പ്രത്യേക ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞാലോ? റഫറി തന്നെ അവർക്ക് വേണ്ടി ഗോൾ പോസ്റ്റ് തുറന്നിട്ട് കൊടുത്തു എന്ന് കാണികൾക്ക് സംശയം തോന്നിയാലോ? ആ കളിക്ക് എന്ത് പേരാണ് നമ്മൾ വിളിക്കേണ്ടത്? തുറന്നു ചോദിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന സംശയങ്ങൾ അത്രത്തോളം ഗൗരവകരമാണ്. വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതിലും UDF 102 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയതിലും അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. സത്യം പറയാമല്ലോ, ഉറപ്പിച്ചു പറയാൻ നമുക്കാകില്ല. പക്ഷേ ഉയർന്നു വന്ന ആരോപണങ്ങളും ചില യാദൃച്ഛികതകളും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ സംശയങ്ങളുടെ കഥ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി ആരും ചിന്തിച്ചു പോകും, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിച്ച പ്രചരണ സമയം. പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലം. അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പഴകുളം മധുവാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണരംഗം കൊഴുപ്പിക്കാൻ സ്ഥാനാർത്ഥി ഉപയോഗിച്ചത് പോറ്റിയെ കേറ്റി എന്ന വളരെ പ്രശസ്തമായ ഒരു പാരഡി ഗാനമാണ്. ഇത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി. ജനം പ്രതീക്ഷിച്ചു കമ്മീഷൻ ഇടപെടും, നടപടി വരുമെന്ന്. എന്നാൽ എന്തുണ്ടായി? ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അവിടെ അക്ഷരാർത്ഥത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒരു വിശദീകരണം ചോദിക്കാൻ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ പരാതി ബോധപൂർവം അവഗണിക്കപ്പെട്ടതാണോ അതോ വെറുമൊരു ഔദ്യോഗിക കാലതാമസം മാത്രമായിരുന്നോ? UDF സ്ഥാനാർത്ഥി നിർബാധം തൻ്റെ പ്രചരണം തുടർന്നു. കമ്മീഷൻ അപ്പോൾ മൗനത്തിലായിരുന്നു. എന്നാൽ ആ മൗനം അധിക നേരം നീണ്ടു നിന്നില്ല. നേരെ വടക്കോട്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് വരിക. അവിടെ LDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അനൗൺസ്മെൻറ്റ്, അതിലെന്തോ ചട്ടലംഘനം ഉണ്ടെന്ന് ആരോപിച്ച് ഇത്തവണ UDF തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകുന്നു. റാന്നിയിൽ പരാതി ലഭിച്ചപ്പോൾ അനങ്ങാതിരുന്ന അതേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പേരാമ്പ്രയിലെ UDF പരാതി കണ്ടയുടനെ മിന്നൽ വേഗത്തിൽ ഉണർന്നെഴുന്നേറ്റു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. യാതൊരു കാലതാമസവുമില്ലാതെ LDF സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് പറഞ്ഞു. ഉടൻ വിശദീകരണം നൽകണം. ഈ നിമിഷമാണ് കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു പോയത്. ഇതെന്ത് നീതിയാണ്? രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസിനും UDFനുമെതിരെ പരാതി നൽകിയിട്ടും അതിൽ നടപടി ഉണ്ടാകാത്തതും? LDFനെതിരായ പരാതികളിൽ കമ്മീഷൻ ഇത്രത്തോളം തിടുക്കം കാണിച്ച് നടപടിയെടുക്കുന്നതും? ഇതിന് പിന്നിൽ വലിയ ഏതെങ്കിലും രീതിയിലുള്ള അദൃശ്യകരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ഇതെല്ലാം കേവലം യാദൃശ്ചികതകൾ മാത്രമായിരുന്നോ? ചോര തിളയ്ക്കുന്ന ആ ചോദ്യത്തിന് അന്ന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. കാരണം ആ സംശയങ്ങളുടെ യഥാർത്ഥ ചിത്രം അപ്പോൾ പൂർത്തിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ V.D. സതീശനാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും പോളിംഗ് കഴിഞ്ഞ സമയത്തും അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. ന്യൂസ് മലയാളം, ഇന്ത്യ ടുഡേ, ആക്സസ് മൈ ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ഏജൻസികളുടെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കൃത്യമായി ഒരു സംഖ്യ പറഞ്ഞു. UDFന് ഇത്ര സീറ്റ് കിട്ടും. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലം പുറത്തു വന്നപ്പോൾ കേരളം ശരിക്കും ഞെട്ടി. അവിശ്വസനീയമായ ഒരു കാഴ്ച. V.D. സതീശൻ പ്രവചിച്ച അതേ കണക്കുകൾ, അതേ അക്കങ്ങൾ, 102 സീറ്റുകൾ UDFന് ലഭിച്ചിരിക്കുന്നു. അന്ന് പലരും ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണിക്കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന കൃത്യമായ കണക്കുകൾ മുൻകൂട്ടി പറയാൻ അദ്ദേഹം എന്താ ജോൾസിനാണോ? ഒരു രാഷ്ട്രീയ നേതാവിനും ഇത്ര കൃത്യമായി ഒരു സീറ്റിൻ്റെ പോലും വ്യത്യാസമില്ലാതെ ഇലക്ഷൻ ഫലം പ്രവചിക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. അപ്പോൾ പിന്നെ ഈ മാജിക് എങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്ര കൃത്യമായ വിവരം ലഭിച്ചത്? അതോ ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ യഥാർത്ഥ ചോദ്യം ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ സംശയങ്ങളുടെ എല്ലാം മുന്നിലെത്തുന്നത് ഒരു പേരിലേക്കാണ്, ഒരു സുപ്രധാന ഉദ്യോഗസ്ഥനിലേക്ക്. V.D. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം എടുത്ത ആദ്യത്തെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് എന്തായിരുന്നു എന്നറിയാമോ? തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിച്ചത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ IASനെയാണ്. ആരാണ് ഈ രത്തൻ ഖേൽക്കർ?
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സാക്ഷാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ച ആളാണ് വി ഡി സതീശൻ. നിയമനങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിലാകണം, സുതാര്യത വേണം എന്നൊക്കെ പ്രസംഗിച്ച അദ്ദേഹം സ്വന്തം കാര്യത്തിൽ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ കാര്യങ്ങൾക്ക് ഈ പ്രാധാന്യം കൊടുക്കാത്തത് എന്തെന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥനെ സിംഹാസനത്തിൻ്റെ വലതുവശത്ത് തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചിന്തിക്കണം? ഇതൊരു പ്രത്യുപകാരമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ കഴിയുക? ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കൃത്യം കുറച്ചു കാലം മുൻപ് പശ്ചിമ ബംഗാളിൽ നിന്ന് സമാനമായ ഒന്ന് സംഭവിച്ചു. അവിടെ മമതാ ബാനർജിയെ വീഴ്ത്തി BJPയുടെ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥനായ മനോജ് അഗർവാളിനെ സുവേന്ദു അധികാരി തന്നെ ചീഫ് സെക്രട്ടറിയാക്കി. അന്ന് ഡൽഹിയിലിരുന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ? ബിഗർ ദ തെഫ്റ്റ്, ബിഗർ ദ റിവാർഡ്. മോഷണം എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതായിരിക്കും അതിനുള്ള പ്രതിഫലം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും കള്ളന്മാരുടെ മാർക്കറ്റ് എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, താങ്കൾക്കിപ്പോൾ എന്താണ് പറയാനുള്ളത്? ബംഗാളിൽ BJP ചെയ്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തതിനെ താങ്കൾ എങ്ങനെ ന്യായീകരിക്കും? ബംഗാളിൽ BJP ചെയ്തപ്പോൾ അത് ജനാധിപത്യ കശാപ്പും കേരളത്തിൽ കോൺഗ്രസ് ചെയ്യുമ്പോൾ അത് തികച്ചും സ്വാഭാവികമായ ഭരണ നടപടിയുമാകുന്നത് എങ്ങനെയാണ്? ഈ വിമർശനങ്ങൾ വെറും കേട്ടുകേൾവിയായിരിക്കാം. എന്നാൽ ഈ ഇരട്ടത്താപ്പിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാകൂ. കാര്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. സമീപകാല വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന ചില ദുരൂഹതകൾ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വി ഡി സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളം വിട്ടുപോയതായി വാർത്തകൾ വന്നിരുന്നു. അവിടെ വച്ചൊരു പ്രമുഖ NDA നേതാവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചയായി. ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ? അതോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിന് ഈ കൂടിക്കാഴ്ചയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേവലം 3 സീറ്റുകൾ മാത്രം നേടിയ BJPയുമായി കോൺഗ്രസിന് വല്ല രഹസ്യ ധാരണയും ഉണ്ടായിരുന്നോ? സംശയങ്ങളാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നത് LDFനെ താഴെ ഇറക്കാൻ ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസും ഒരുമിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഉൾപ്പെട്ട ഒരു വലിയ തിരക്കഥയായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്നാണ്. ഈ സംശയം സത്യമായി മാറുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരിക്കും. ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എത്ര മറച്ചു വച്ചാലും ആ തെളിവുകൾ ഒരിക്കൽ പുറത്തു വരും. രത്തൻ കേൽക്കറുടെ നിയമനം തികച്ചും യാദൃച്ഛികവും അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത കണ്ടുകൊണ്ടുള്ളതുമാകാം. റാന്നിയിലെയും പേരാമ്പ്രയിലും സംഭവങ്ങൾ നടപടിക്രമങ്ങളിലെ പിഴവുകളാകാം. വി ഡി സതീശൻ്റെ പ്രവചനം അദ്ദേഹത്തിൻ്റെ മികച്ച രാഷ്ട്രീയ അനുഭവ സമ്പത്തിൻ്റെ തെളിവാകാം. പക്ഷേ സീസറുടെ ഭാര്യ സംശയങ്ങൾക്കും അതീതയായിരിക്കണം. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. രാഷ്ട്രീയ വിശുദ്ധിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തൻ്റെ ആദ്യത്തെ ഭരണ നടപടിയിലൂടെ തന്നെ ഇത്രയും വലിയൊരു സംശയത്തിൻ്റെ നിഴലിലേക്ക് എന്തിന് സ്വയം നടന്നു കയറണം? ജനങ്ങളെ സംശയത്തിൻ്റെ മുനമ്പിൽ നിർത്താൻ ഭരണാധികാരികൾക്ക് അവകാശമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനിയും ഈ ചോദ്യങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എത്ര വലിയ PR വർക്കുകൾ നടത്തിയാലും സത്യത്തിന് എപ്പോഴും പുറത്തു വരാൻ ഒരു വഴിയുണ്ടാകും. അധികാരത്തിൻ്റെ ഉന്മാദത്തിൽ നടക്കുന്ന ഈ കളികൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? അട്ടിമറിയോ അതോ യാദൃച്ഛികതയോ? വി ഡി സതീശൻ പറയുന്ന മെറിറ്റ് നിയമനങ്ങൾക്ക് പിന്നിൽ ഇത്തരം ഉപകാരസ്മരണകൾ വല്ലതും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ? ചോദ്യങ്ങൾ ബാക്കിയാണ്. ഉത്തരങ്ങൾ കാലം തെളിയിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ ഈ സംഭവങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.